ഫ്രണ്ട്സ്, എയ്ഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ ഹോങ് ഹോങ് ബസ് ഉണ്ട് അല്ലേ, ബ്ലൂ ബസ്. പിന്നെ നമ്മുടെ കരടി മാമനുണ്ട് അല്ലേ. ബസ് എന്തോ പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുന്നേ? I am a bus, I am a bus, honk honk bus. The blue bus is on the road. I am a bus, ഞാനൊരു ബസ് ആകുന്നു. I am a bus, ഞാനൊരു ബസ്സാണ്. Honk honk bus, എങ്ങനെയുള്ള ബസ്സാണ്? honk honk ബസ്സാണ്. Then അതിന്റെ താഴെ the blue bus is on the road. ബസ് എവിടെയാണ്? Where? The blue bus is on the road. റോഡിലാണ്. ഓക്കെ, ഈ ഒരു പേജില് നമുക്ക് അറിയാത്തൊരു വേർഡ് വരുന്നത് റോഡ് എന്ന് പറയുന്നതാണ് അല്ലെ. എങ്ങനെ നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കാം അല്ലെ. ന്യൂ വേർഡ് ഏതാണ്? റോഡ്. ഓക്കെ, എന്റെ മക്കളെ, റോഡ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ROAD. നമ്മൾ സൗണ്ട് വെച്ച് പറഞ്ഞു നോക്കല്ലേ. സൗണ്ട് വെച്ചാണല്ലേ നമ്മൾ പഠിക്കാറ്. അപ്പൊ സൗണ്ട് വെച്ച് പറഞ്ഞു നോക്കിയാലോ. ആറിന്റെ സൗണ്ട് റ് അല്ലേ. ദെൻ ഓയും ഏക്കും നമ്മൾ ഒന്നിച്ചാണ് സൗണ്ട് കൊടുക്കുന്നത്. ഓ എന്ന് പറയുന്ന സൗണ്ട്. ദെൻ റ് ഓ റോ. ദെൻ നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഡി ആണ് അല്ലേ. ഡിയുടെ സൗണ്ട് ഡ. റോഡ്. നമ്മുടെ കാർ എന്താ പറയുന്നത്? I am a car, I am a car. ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാകുന്നു. I am a car, ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാർ. എന്താ കാറിന്റെ പേര്? What is its name? Toot toot car. Then the red car is on the road. Red car എവിടെയാണുള്ളത്? റോട്ടിലാണ് ഉള്ളത് അല്ലേ. നമ്മുടെ കഥയില് നമ്മുടെ ഹോങ് ഹോങ് ബസ്സും അതുപോലെ ടൂട്ട് ടൂട്ട് കാറും എങ്ങനെയാ വരുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് റോഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ബസ് എന്താ പറയുന്നത്? I have a horn. ഹോങ് ഹോങ് ഹോൺ. I have a horn എന്ന് പറഞ്ഞാൽ എന്താണ്? I have, എനിക്കുണ്ട്. എ ഹോൺ, എനിക്കൊരു ഹോൺ ഉണ്ട്. എങ്ങനെയുള്ള ഹോണ്? ഹോങ് ഹോങ് ഹോൺ. അപ്പൊ നമുക്ക് ഹോൺ ഒന്ന് പഠിക്കാം അല്ലെ. ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ് മക്കളെ? നമ്മൾ പഠിക്കാത്ത വേർഡ്സ് ഏതൊക്കെയാണുള്ളത്? ഹോൺ ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്. നമുക്ക് അതിന്റെ സൗണ്ട്സ് വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ. ആർ യു റെഡി? നമുക്ക് ഹോണിന്റെ സ്പെല്ലിംഗ് പഠിക്കാം അല്ലെ. എച്ചിന്റെ സൗണ്ട് എന്താ മക്കളെ? എച്ചിന്റെ സൗണ്ട് ഹ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. എച്ചിന്റെ സൗണ്ട് ഹ്. ദെൻ ഓ കൊടുക്കണം അല്ലെ. എച്ച് ഓ, ഹ് ഓ ഹോ. ദെൻ അവിടെ ഒരു ആറ് ഇരിപ്പുണ്ട് അല്ലെ. ആ ആറ് സൈലന്റ് ആണ്. നമ്മൾ സൗണ്ട് കൊടുക്കണ്ട. അപ്പൊ നമുക്കതിന് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോഴും എന്താ നമ്മൾ കൊടുക്കുന്നത്? ഹ് ഓ ഹോ. ദെൻ എന്നിന്റെ സൗണ്ട് കൊടുക്കാം. ഹോൺ. ക്ലിയർ ആണോ? ആറ് നമ്മൾ എഴുതുന്ന കൂട്ടത്തില് എഴുതണം, എങ്കിലേ സ്പെല്ലിംഗ് കറക്റ്റ് ആവുള്ളൂ. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാ? ആറിന് സൗണ്ട് കൊടുക്കരുത്. ഹ് ഓ ഹോൺ. ദെൻ നെക്സ്റ്റ് സൗണ്ട് അല്ലേ. സൗണ്ടിന് നമ്മൾ ആരെ കൊടുക്കുന്നു? യെസ്സിനെ കൊടുക്കുന്നു. സ് എന്നുള്ളതിന് യെസ്സിനെ കൊടുത്തു. ഓക്കെ, ദെൻ നമ്മള് ഓയും യുയെ ഒന്നിച്ചു കൊടുക്കുന്നു. ഓക്കും യുക്കും ഒന്നിച്ചാണ് കേട്ടോ സൗണ്ട്. എന്താണ്? സൗ. ഓയുടെയും യുടെയും സൗണ്ട് എന്താ മക്കളെ? ഔ. സ് ഔ സൗ. ദെൻ എന്നിന്റെ സൗണ്ട് സൗണ്ട്. സ് ഔ. ദെൻ ഡി എന്താണ്? ഡ. സൗണ്ട്സ്. എങ്ങനെ റീഡ് ചെയ്യും? സൗണ്ട്സ്. ഇനി ഒന്ന് എഴുതി നോക്കിയേ. തെറ്റുകൂടാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് എഴുതി നോക്കിയേ. ഇങ്ങനെയാ എഴുതുക. ആദ്യം നമുക്ക് ഹോൺ എഴുതാം അല്ലെ. ഹോൺ എഴുതുമ്പോ ഹ് ഓ ഹോ ആർ സൈലന്റ്. ദെൻ ഹോൺ. ദെൻ സൗണ്ട് അല്ലേ. സ് ഔന് ഓയും സൗ സ്. സൗണ്ട്സ്. ക്ലിയർ അല്ലേ മക്കളെ? എന്താണ് കാറ് പറയുന്നത്? I have lights, white lights. The car has 2 lights. They are white. I have lights എന്ന് പറഞ്ഞാല് എനിക്ക് ലൈറ്റ് ഉണ്ട്. white lights. ഏത് കളറാണ്? Which color? വൈറ്റ് കളറിലുള്ള
ലൈറ്റ്സ് ഉണ്ട്, വെള്ള നിറത്തിലുള്ള ലൈറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ടൂട്ട് ടൂട്ട് കാർ എന്ത് പറയുന്നത്, ഹോങ് ഹോങ് ബസ്സിനോട് പറയുന്നത്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് എന്തുണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്. ദേ ആർ വൈറ്റ്. വിച്ച് കളർ? അത് വൈറ്റ് നിറത്തിലുള്ളതാണ്, വെള്ള നിറത്തിലുള്ള 2 ലൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ലൈറ്റ്സ് ആണ് അല്ലേ ഫസ്റ്റ് ന്യൂ വേർഡ്. എങ്ങനെ നമ്മൾ എഴുതുക? എല്ലിന്റെ സൗണ്ട് ല്. എല്ലിന്റെ സൗണ്ട് എന്താണ്? ല്. ഐക്ക് നമ്മുടെ ലോങ് സൗണ്ട് ആയിട്ടുള്ള ഐ എന്നുള്ള സൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഐക്ക് 2 സൗണ്ട്സ് ഉണ്ട്. ഐയുടെ ഷോർട്ട് സൗണ്ട് അഥവാ വവൽ സൗണ്ട് ഇ ആണ്, ലോങ് സൗണ്ട് ഐ തന്നെയാണ്. ല്, ഐ, ലൈ. ദെൻ ജിയും എച്ചും ഇവിടെ സൈലന്റ് ആണ് കേട്ടോ മക്കളെ. അവ എഴുതുമെങ്കിലും നമ്മൾ അതിന് സൗണ്ട് കൊടുക്കൂല, അവിടെ നിന്നോട്ടെ. ഓക്കെ, ല്, ഐ, ലൈ. ദെൻ ട്, ടിയുടെ സൗണ്ട് ട്, ലൈറ്റ്. അപ്പൊ നമുക്ക് ഇനി സ്പെല്ലിംഗ് തെറ്റു എഴുതുമ്പോ എല്ലിന്റെ സൗണ്ട് ലി, ഐയുടെ സൗണ്ട് ഐ, ദെൻ ടിയുടെ സൗണ്ടേ കൊടുക്കുന്നുള്ളൂ. ജിയും എച്ചും ഇടയിൽ എന്താണ്? സൈലന്റ് ആയിട്ടുണ്ട്, ലൈറ്റ്. ക്ലിയർ അല്ലേ? ദെൻ വൈറ്റ്, വൈറ്റ് ആണ് അല്ലെ. ഡബ്ല്യൂയുടെ സൗണ്ട് എന്താണ്? വ്. വ്. വൈറ്റ് എന്നുള്ളതിന് വ്. ഡബ്ല്യൂക്കും എച്ചിനും കൂടെയാണ് കേട്ടോ സൗണ്ട്, വ്. വ്. ദെൻ ഐയുടെ സൗണ്ട് ലോങ് സൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഐ തന്നെ. വ്, ഐ, വൈ. ദെൻ ടി, ടിയുടെ സൗണ്ട് ട്. ദെൻ ഇയും കൂടെ കൊടുക്കണം. ഈ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ഐക്ക് ഇവിടെ നമ്മൾ ഐ എന്നുള്ള സൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ വൈറ്റ്, വ്, ഐ, ട്, വൈറ്റ്. I ran fast. Here our ഹോങ് ബസ് റൺ വെരി ഫാസ്റ്റ്. നമ്മുടെ ഹോങ് ബസ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഐ റൺ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഞാൻ വേഗത്തിൽ ഓടുന്നു. അപ്പൊ നമ്മളെ കാർ എന്ത് ചെയ്യണം? മാറിക്കൊടുക്കണം അല്ലെ. ആ ഒരു രീതിയിലാണ് ബസ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ടൂട്ടൂർ കാർ മാറിക്കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാർ എന്താ പറയുന്നത്? മീ ടു. കാർ എന്താ പറയുന്നത്? മീ ടു. ഞാനും വളരെ വേഗത്തിലാണ് ഓടുന്നത്. ദ ബസ് റൺ ഫാസ്റ്റ്. ബസ് വളരെ വേഗത്തിൽ ഓടുന്നു. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും എന്താണ്? വളരെ സ്പീഡില് ഓടുന്നു. നമ്മളിവിടെ ഏതാണ് പുതിയൊരു വേർഡ് പഠിച്ചത്? റൺ ആണ് അല്ലേ. എങ്ങനെയാ അത് എഴുതുക? സ്പെല്ലിംഗ് നമുക്ക് നോക്കാം അല്ലെ. റൺ എങ്ങനെ എഴുതുക? ആറിന്റെ സൗണ്ട് എന്താ മക്കളെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആറിന്റെ സൗണ്ട് എന്താ? റ് അല്ലേ. ദെൻ യുടെ സൗണ്ട്, യുടെ സൗണ്ട് അ. നീട്ടാൻ പാടില്ല കേട്ടോ. റ്, അ, റ. ദെൻ എന്നിന്റെ സൗണ്ട് ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? റൺ. റ്, അ, റൺ. ഒരിക്കലും RUN റൺ എന്ന് പറഞ്ഞ് വായിച്ചു പഠിക്കരുത് കേട്ടോ. സൗണ്ട് കൊടുത്ത് പഠിക്കുക. റ്, അ, റൺ. അങ്ങനെ ഫാസ്റ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹോങ് ബസ് വിളിച്ച് പറയുന്നുണ്ട്, ഹോങ് ഹോങ്. അത് ഹോൺ ആണ് കേട്ടോ. ഹോൺ അടിച്ചുകൊണ്ട് പറയാണ്, ഏയ് കാർ, കാറേ, ഗിവ് എവേ, വഴിമാറ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് ദ ടൈം നമ്മുടെ ബസ് കാറ് വഴി മാറി കൊടുക്കുന്നുണ്ടോ? കാർ എന്താ ചെയ്യുന്നേ? നമ്മുടെ കാറും അതേ സ്വരത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ടൂട്ട് ടൂട്ട്. ടൂട്ട് ടൂട്ട് എന്ന് ഓൺ അടിച്ചുകൊണ്ട് പറയണേ, യു മൂവ്. നീ മാറ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരടി അങ്കിള് അവര് രണ്ടുപേരെയും എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്, കാറും അതുപോലെ ബസ് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അല്ലെ. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. അപ്പൊ സ്റ്റോപ്പ് എന്ന് ആരാ പറയുന്നേ? നമ്മുടെ കരടിയങ്കിള് അല്ലേ. കരടിയങ്കിള് കാറ് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കരടിയങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് കൂട്ടരോടും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാറും ബസ്സും നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് എന്ത് ചെയ്യുന്നില്ല? നോട്ട് സ്റ്റോപ്പ്, സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും എന്ത് ചെയ്തില്ല? നിർത്തിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ന്യൂ വേർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഷൗട്ട്സ് ഉണ്ട്, ദെൻ സ്റ്റോപ്പ് ഉണ്ട് അല്ലെ, പോലീസ് ഓഫീസർ, ഇതെല്ലാം നമ്മുടെ ന്യൂ വേർഡ്സ് ആണ് അല്ലെ. അതുപോലെ സ്റ്റോപ്പ് നമുക്ക് ഒന്ന് എഴുതി നോക്കാം അല്ലെ. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എഴുതാന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ സ്റ്റോപ്പ്. എങ്ങനെ എഴുതാം? ഫസ്റ്റ്
എസ് അല്ലെ, എസിന്റെ സൗണ്ട് സ്. ദെൻ ടിയുടെ സൗണ്ട് ട്, സ്റ്റ്. ഓയുടെ സൗണ്ട് ഓ. ദെൻ പിയുടെ സൗണ്ട് പ്, സ് ട് ഓ പ്, സ്റ്റ് ഓപ്പ്, സ്റ്റോപ്പ്. ക്ലിയർ അല്ലേ? ദെൻ ഷൗട്ട്സ് അല്ലെ, ഷൗട്ട്സ് എങ്ങനെ എഴുതാ? ഷ് എന്നുള്ളതിന് എസും എച്ചും ഷ് എന്നാണ് കേട്ടോ മക്കളെ. ദെൻ ഓയും യു നമ്മൾ പറഞ്ഞു ഒന്നിച്ചാണ് സൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഷ് ഔ, ഷൗ. ദെൻ ടിയുടെ സൗണ്ട് എന്താണ്? ട്, ഷൗട്ട്സ്, സ്, ഷൗട്ട്സ്. ദെൻ നെക്സ്റ്റ് വേർഡ് പോലീസ്മാൻ. ക്ലിയർ അല്ലേ മക്കളെ? പോലീസ്മാൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ. ഇങ്ങനെ നമ്മൾ പോലീസിന് എഴുതാ? പ്, പ് ഓ പോ. ഓക്കെ, പിയുടെ സൗണ്ട് പ്, ഓയുടെ സൗണ്ട് ഓ. പ് ഓ പോ. ദെൻ എല്ലിന്റെ സൗണ്ട് ല്, ഐയുടെ സൗണ്ട് ഇ, പോലീസ്. ഇവിടെ എസിന് ആരെയാ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സി ആണല്ലേ. സിക്ക് 2 സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സി ആണ് കേട്ടോ. സിക്ക് സ് എന്നുള്ള സൗണ്ട് വരാൻ കാരണം തൊട്ടടുത്ത് ഈ വന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പ് ഓ പോ, ല് ഐ വന്നപ്പോൾ ലി, പോലീസ്. ഓഫീസർ എങ്ങനെ നമ്മൾ എഴുതാ? ഓ ഡബ്ല്യു എഫിന് ഫ് അല്ലേ, ഫി ആവാ ഐ, ഒഫി. സ് എന്ന് വരുന്നതിന് ഇവിടെ സിയാ കൊടുത്തിരിക്കുന്നത്. സ് ആവാൻ എന്താ കാരണം? ഈ എടുത്തുണ്ട് അല്ലെ, ഓഫീസർ. ഓക്കെ, ഓഫീസർ, പോലീസ് ഓഫീസർ. ക്ലിയർ ആയോ? ദെൻ നമ്മുടെ കാറും ബസ്സും തമ്മിൽ എന്തായി? ക്രാഷ് ആയില്ലേ? 2 പേരും നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 പേരും എന്ത് ചെയ്തില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറാൻ പറഞ്ഞു. 2 പേരും വഴി മാറിയില്ല. എന്ത് പറ്റി? അറ്റ് ലാസ്റ്റ് they were hit each other അല്ലേ? ഹിറ്റ് എന്ന് പറഞ്ഞാല് ഇടിക്കുക അല്ലെങ്കിൽ കൂട്ടിമുട്ടുക. എങ്ങനെയാ നമ്മളത് എഴുതുക? ഇങ്ങനെയാ സ്പെല്ലിങ് തെറ്റുകൂടാതെ നമ്മളത് എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? എല്ലാവരും റെഡി അല്ലേ? ഹ്, എച്ചിന്റെ സൗണ്ട് എന്താണ്? ഹ് അല്ലേ? ഐ കൊടുത്തപ്പോ ഹ് ഇ, ഹി. ദെൻ ഐയുടെ സൗണ്ട് ഇ ആണ് കേട്ടോ. ദെൻ ടിയുടെ സൗണ്ട് ട്, ഹിറ്റ്. കൂട്ടിമുട്ടിയപ്പോ എന്ത് സംഭവിച്ചു? കൂട്ടിയിടിച്ചപ്പോ എന്ത് സംഭവിച്ചു മക്കളെ? ബസ്സിന്റെ ഹോൺ പോയില്ലേ? താഴെ വീണ് കിടക്കുന്നില്ലേ ചിത്രത്തില്? ഹോങ് ഹോങ് ബസ് പറയാണ്, ഹോ മൈ ഹോൺ. എന്റെ ഹോണ് താഴെ വീണു അല്ലേ? ദ ഹോൺ ഫെൽ ഡൗൺ. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാല് താഴെ വീഴ. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. നമ്മുടെ കാറിന് എന്താ സംഭവിച്ചത്? കാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം എന്താ പറ്റിയെന്ന്. കാറിന് എന്താ സംഭവിച്ചേ? ലൈറ്റ് താഴെ പോയിട്ടുണ്ട്. ദ ഹോൺ ഫെൽ ഡൗൺ. നമ്മുടെ ഹോങ് ഹോങ് ബസിന്റെ ഓണ് താഴെ വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിന്റെ ലൈറ്റ് എന്ത് ചെയ്തു? താഴെ വീണു. എങ്ങനെയാ മക്കളെ നമ്മൾ ഫെൽ ഡൗൺ എന്നുള്ളത് തെറ്റ് കൂടാതെ എഴുതുക? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ നമ്മൾ എഴുതുക? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ഫെൽ എന്ന് പറയുന്നിടത്ത് ഫസ്റ്റ് സൗണ്ട് ഏതാ വരുന്നത്? ഫ് ആണല്ലേ? അപ്പൊ നമ്മൾ ആരെ കൊടുത്തു? എഫിനെ കൊടുത്തു. ഫ് എ വരാൻ ഇയെ കൊടുത്തു അല്ലേ? ഇയുടെ സൗണ്ട് എ ആണ്. ഫ് എ, ഫെ. ദെൻ എൽ, ഫെൽ. ദെൻ ഡൗൺ എങ്ങനെ എഴുതുക? ഡ. ഔന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഒന്ന് ഒത്തിരി വേർഡ്സ് ആവ് വെച്ച് പഠിച്ചു അല്ലേ? ഓയും യുവും. ഓക്കെ, ഇവിടെ ഓയും ഡബ്ല്യു ആണ് അല്ലേ? ഓക്കും ഓ ഡബ്ല്യുവിനും ആവുന്നുണ്ട്. ഓ യുക്കും എന്തുണ്ട്? ആവുന്നുള്ള സൗണ്ട്സ് ഉണ്ട് കേട്ടോ. രണ്ടിനും ഔ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്. അപ്പൊ ഡ, ഔ, ഡൗ, എന്നുള്ളതിന് എൻ. ഡൗൺ എന്ന് പറഞ്ഞാല് താഴെ, ഫെൽ എന്ന് പറഞ്ഞാൽ വീഴ. അപ്പൊ താഴെ വീണുപോയി. ഓക്കെ, ഫെൽ ഡൗൺ. ഫ് എ, ഫെ, ഫെൽ. ദെൻ ഡ, ഔ, ഡൗൺ. ക്ലിയർ അല്ലേ മക്കളെ? നമ്മുടെ ബസ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ്, ഇതാകുന്നു, യുവർ മിസ്റ്റേക്ക്, നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് ആര് പറയാണ്? കാറ്, നമ്മുടെ ഹോങ് ഹോങ് കാറ് ബസ്സിനോട് പറയാണ്. നമ്മുടെ കാറ് വിട്ടുകൊടുക്കുന്നുണ്ടോ? നോ, അല്ല. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് കാറ് ബസ്സിനോട് പറയണം. അപ്പൊ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? കുറ്റം ചാർത്താണ്. നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ തെറ്റാണ് എന്നുള്ളത് പറയാണ്.
എങ്ങനെയാ മക്കളെ മിസ്റ്റേക്ക് എന്ന് എഴുതുക? മ എന്നുള്ളതിന് ആരാ വരിക? എം അല്ലേ? മ ഐക്ക് ഈ വരാന് ഐ, മിസ് എന്ന് വരാ ടി, ടേക്ക് ട് എ ടേക്ക് എന്നുള്ളതിന് കെ ദെൻ ഇ, മിസ്റ്റേക്ക്. ഇവിടെ എക്ക് എയുടെ ലോങ് സൗണ്ട് ആയിട്ടുള്ള എ എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. മ ഐ വന്നത് മീ മീസ് ടേക്ക്, മിസ്റ്റേക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ബസ് ഈസ് ആംഗ്രി, ദ കാർ ഓൾസോ ആംഗ്രി. എന്താ വാട്ട് യു മീൻ ബൈ ആംഗ്രി? ദേഷ്യം അല്ലേ? ദ ബസ് ഈസ് ആംഗ്രി, ബസ് എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ടു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും എന്ത് ചെയ്തു? ബസ്സിനോട് ദേഷ്യത്തിൽ പറയാണ്. നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇങ്ങനെ ആംഗ്രി എന്ന് എഴുതാ? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? എയുടെ സൗണ്ട് ആ, എന്നിന്റെ സൗണ്ട് ആങ്, ദെൻ ജിയുടെ സൗണ്ട് നമുക്ക് അറിയൂലേ? എന്താണ്? ഗ, ആങ്. റ് എന്നുള്ളതിന് ആറ്, ആംഗ്രി. ലാസ്റ്റ് വൈ വന്ന വൈയുടെ സൗണ്ട് ഇ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആംഗ്രി. ക്ലിയർ അല്ലേ? ആ, എന്നിന്റെ സൗണ്ട് ആങ്, ഗ, ആറിന്റെ സൗണ്ട് റ്, വൈയുടെ സൗണ്ട് ഇ, ആംഗ്രി. അപ്പൊ നമ്മളുടെ പോലീസ് ഓഫീസർ പറയാണ് ബസ്സിനോട് കേട്ടോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാർത്തിയപ്പോ പോലീസ് ഓഫീസർ പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ബസ്സിനോട് പറയാണ് ഇറ്റ് ഈസ്, ഇതാകുന്നു യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഇത് എന്താണ്? നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയാണ്. അപ്പൊ ബസ് തിരിച്ചു പറയുന്നുണ്ട് ഐ ആം സോറി സർ. സോറി സർ, നമ്മള് തെറ്റ് മനസ്സിലായ സോറി പറയൂലേ? അങ്ങനെ ബസ് എന്ത് ചെയ്യാണ്? ഐ ആം സോറി സർ എന്ന് ബസ് പറയാണ്. ദെൻ ബസ്സിനോട് ബസ്സിന്റെ മാത്രാണോ മിസ്റ്റേക്ക്? അല്ല, നമ്മുടെ കാറിന്റെയും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? കാറും തെറ്റ് തന്നെയാ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, നിന്റെയും കൂടെ മിസ്റ്റേക്ക് ആണെന്ന് ആരോട് പറഞ്ഞു? കാറിനോട് പറഞ്ഞു. അപ്പൊ കാർ എന്ത് പറയുന്നു? സോറി സർ, സോറി എന്ന് പറയാണ്. അപ്പൊ നമുക്കിവിടെ സോറി ഉണ്ട് അല്ലെ? ഒരു ന്യൂ വേർഡ് ആയിട്ട് എഴുതി നോക്കാം അല്ലെ? സ് ഓ സോ, ഡബിൾ ആറിന് റ്, സോറ്, ഈ വരാന് വൈ, സോറി. ക്ലിയർ അല്ലേ? ഹിയർ ഈസ് യുവർ ഓൺ. അപ്പൊ നമ്മുടെ മങ്കി എന്ത് ചെയ്യുന്നുണ്ട്? ഓണ് തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ? താഴെ വീണ ഓണ് എടുത്തിട്ട് നമ്മുടെ ബസ്സിന് കൊടുക്കുകയാണ്. ഹിയർ ഈസ് യുവർ ഓൺ, ഹിയർ ഈസ് യുവർ ലൈറ്റ്. കൗ എന്ത് ചെയ്തിട്ടുണ്ട്? കാറിന്റെ ലൈറ്റും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ? ലൈറ്റ് റെഡിയാക്കി കൊടുത്തപ്പോ നമ്മുടെ കാറ് താങ്ക് യു പറഞ്ഞു അല്ലെ? താങ്ക് യു സർ. ദെൻ അവർക്ക് എന്ത് ചെയ്തു? പോലീസ് ഓഫീസർ എന്ത് പറഞ്ഞു? പോലീസ് ഓഫീസർ ഒരു ഉപദേശം കൊടുത്തു അല്ലെ? എന്താ പറഞ്ഞേ? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇത്രയും ഫാസ്റ്റില് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ബൈ സർ, ഓക്കെ സർ എന്നുള്ള രീതിയിൽ ബൈ സർ എന്ന് പറയുന്നിടത്ത് നമ്മുടെ പാഠഭാഗം തീരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പുതിയൊരു വേർഡ് ഉണ്ട് അല്ലെ? റിപ്പീറ്റ് അല്ലെ? എങ്ങനെ എഴുതാം നമ്മള്? റ് അല്ലെ? ആറിന്റെ സൗണ്ട് റ് അല്ലെ? ദെൻ വരുന്നത് ഇ, ഇക്ക് ഇവിടെ ഇ എന്നുള്ള സൗണ്ട് തന്നെയാണ് കേട്ടോ. റ് ഇ, റി. ദെൻ പ്, റിപ്പ്. ഈ എന്നാണ് നമ്മുടെ ഈക്കും ഏക്കും കൂടെ വന്നിട്ടുള്ളത്. ഈക്കും ഏക്കും നമ്മൾ നേരത്തെ എ സൈലന്റ് ആണ് എന്ന് പറഞ്ഞാണ്ട് ഈയുടെ സൗണ്ട് മാത്രം തന്നു അല്ലെ മുകളിലൊരു വേർഡ്സില്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഏക്ക് ഏതാ വരുന്നത്? ഈ എന്നുള്ള സൗണ്ടാ. റിപ്പീറ്റ്, റിപ്പീറ്റ്, റിപ്പീറ്റ് എന്ന് പറഞ്ഞാല് ആവർത്തിക്കാം. അപ്പം ബസ്സിനോട് കാറിനോട് കൂടെ പറയാണ് കേട്ടോ, ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പൊ അവര് ബൈ പറഞ്ഞു പോകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീരാണ്. അപ്പൊ എന്താണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതെ എന്ത് ചെയ്യണേ? നല്ല ഫാസ്റ്റ് ആയി ഓടിച്ചത് കൊണ്ട് നമ്മുടെ കാറും ബസ്സും തമ്മിൽ എന്തായി? കൂട്ടിമുട്ടി അവർക്ക് അവരുടെ ഹോണും ലൈറ്റ്സും ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബേസ് കോഴ്സുകളൊക്കെ സൗണ്ട് കൊടുത്തിട്ടാണ് ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നത്. ക്ലാസ് റൂം ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും അവൈലബിൾ ആണ്.
ആർക്കെങ്കിലും ബേസ് കോഴ്സ് ഇംഗ്ലീഷ് കുട്ടികളെ സൗണ്ട് വെച്ച് റീഡ് ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എയ്ഡറിന്റെ 2 മാസത്തെ ബേസിക് ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറയുന്നത് നല്ലപോലെ കുട്ടികളെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്ന കോഴ്സാണ്. അത് കുട്ടികൾക്ക് സൗണ്ട് വെച്ചിട്ട് ഇന്നിപ്പോ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ സൗണ്ട് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ലെറ്റേഴ്സിനും പോസിബിൾ ആയിട്ടുള്ള സൗണ്ടുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ റീഡിങ്ങും റൈറ്റിങ്ങും റെഡി ആക്കി എടുക്കുന്ന ഒരു കോഴ്സാണ് ഇത്. ക്ലാസ് റൂം ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മക്കൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുകളിലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.